ശാന്തി 10/7/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. ദേഹി അഭിമാനികളെയാണ് ഈശ്വരീയ സമ്പ്രദായം എന്ന് പറയുന്നത്. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ ഏതൊരു സത്സംഗം ചെയ്യുന്നോ ഇത് മറ്റ് സത്സംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. എങ്ങനെ? ഉത്തരം: നിങ്ങൾ ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ജ്ഞാനം കേൾക്കുന്ന ഏക സത്സംഗമാണ് ഇത്. ഇവിടെ പഠനം നടക്കുന്നു. എയിം ഓബ്ജക്റ്റും മുന്നിലുണ്ട്. മറ്റ് സത്സംഗങ്ങളിൽ പഠനവുമില്ല, ഏതെങ്കിലും എയിം ഓബ്ജക്റ്റുമില്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരുന്നു. ആത്മീയ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആദ്യം ബാബ മനസ്സിലാക്കി തരുന്നു. എപ്പോഴെല്ലാം ഇരിക്കുന്നു അപ്പോൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കൂ. ദേഹമായി മനസ്സിലാക്കരുത്. ദേഹാഭിമാനികളെ ആസുരീയ സമ്പ്രദായം എന്ന് പറയുന്നു. ദേഹി അഭിമാനികളെ ഈശ്വരീയ സമ്പ്രദായം എന്ന് പറയുന്നു. ഈശ്വരന് ദേഹമില്ല. ആ ഒന്ന് സദാ ആത്മാഭിമാനിയാണ്. ആ ഒന്ന് സുപ്രീം ആത്മാവാണ്. സർവ ആത്മാക്കളുടെയും അച്ഛനാണ്. പരം ആത്മാ എന്നാൽ ഉയർന്നതിലും ഉയർന്നത്. മനുഷ്യർ ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് പറയുമ്പോൾ ബുദ്ധിയിൽ വരുന്നത് ആ നിരാകാര ലിംഗരൂപമാണ്. നിരാകാര ലിംഗത്തിൻ്റെ പൂജയും ഉണ്ടാകുന്നു. ആ ഒന്ന് പരമാത്മാവാണ്. അതായത് സർവ ആത്മാക്കളെക്കാളും ഉയർന്നതാണ്. അതും ആത്മാവ് തന്നെ, പക്ഷേ ഉയർന്ന ആത്മാവ്. ആ ഒന്ന് ജനന മരണത്തിൽ വരുന്നില്ല. ബാക്കി എല്ലാവരും പുനർജന്മം എടുക്കുന്നു. എല്ലാവരും രചനയാണ്. രചയിതാവ് ഒരേ ഒരു ബാബയാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കറും രചനയാണ്. മുഴുവൻ മനുഷ്യ സൃഷ്ടിയും രചനയാണ്. രചയിതാവ് എന്ന ബാബയെയാണ് പറയുന്നത്. പുരുഷനെയും രചയിതാവ് എന്ന് പറയുന്നു. സ്ത്രീയെ അഡോപ്റ്റ് ചെയ്യുന്നു. പിന്നെ അവരിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നു, പാലന ചെയ്യുന്നു. ഇത്രമാത്രം. വിനാശം ചെയ്യുന്നില്ല. ഏതെല്ലാം ധർമ്മസ്ഥാപകരുണ്ടോ അവരും ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ അവരുടെ പാലന ചെയ്യുന്നു. വിനാശം ആരും ചെയ്യുന്നില്ല. പരിധിയില്ലാത്ത ബാബയാണ്. ആ ഒന്നിനെ പരം ആത്മാവ് എന്ന് പറയുന്നു. ഏതുപോലെ ആത്മാവിൻ്റെ രൂപം ബിന്ദുവാണോ അതുപോലെ പരംപിത പരമാത്മാവിൻ്റെയും രൂപം ബിന്ദുവാണ്. പിന്നെ ഇത്രയും വലിയ ലിംഗമുണ്ടാക്കുന്നത് ഭക്തി മാർഗത്തിലെ പൂജ കാരണമാണ്. ബിന്ദുവിനെ എങ്ങനെ പൂജിക്കുവാൻ സാധിക്കും? ഭാരതത്തിൽ രുദ്രയജ്ഞം രചിക്കുന്നു. അപ്പോൾ മണ്ണുകൊണ്ട് ശിവലിംഗവും സാലിഗ്രാമവും ഉണ്ടാക്കി പിന്നെ അതിനെ പൂജിക്കുന്നു. അതിനെ രുദ്രയജ്ഞം എന്ന് പറയുന്നു. വാസ്തവത്തിൽ യഥാർത്ഥ നാമം രാജസ്വ അശ്വമേധ അവിനാശി രുദ്ര ഗീതാ ജ്ഞാനയജ്ഞം എന്നാണ്. അത് ശാസ്ത്രങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബാബ കുട്ടികളോട് പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. മറ്റേതെല്ലാം സത്സംഗങ്ങളുണ്ടോ അതിൽ ആത്മാവിൻ്റെയോ പരമാത്മാവിൻ്റെയോ ജ്ഞാനം ആരിലുമില്ല, നൽകുവാനും സാധിക്കില്ല. അവിടെ ഏതെങ്കിലും എയിം ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികളായ നിങ്ങളാകട്ടെ ഇപ്പോൾ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. ശരീരം വിനാശിയാണ്. ശരീരത്തിലൂടെയാണ് പാർട്ട് അഭിനയിക്കുന്നത്. ആത്മാവാണെങ്കിൽ അശരീരിയാണല്ലോ. ഇങ്ങനെ പറയുന്നുമുണ്ട്, നഗ്നരായി വന്നു നഗ്നരായി പോകണം. ശരീരം ധാരണ ചെയ്തു പിന്നീട് ശരീരം ഉപേക്ഷിച്ച് നഗ്നരായി പോകണം. ഇത് ബാബ നിങ്ങൾ കുട്ടികൾക്ക് തന്നെയാണിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. കുട്ടികൾ ഇതും അറിയുന്നു. ഭാരതത്തിൽ സത്യയുഗമായിരുന്നപ്പോൾ ദേവീ ദേവന്മാരുടെ രാജ്യമായിരുന്നു. ഒരു ധർമ്മമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതും ഭാരതവാസികൾ അറിയുന്നില്ല. ആര് ബാബയെ അറിഞ്ഞില്ലയോ അവർ ഒന്നും തന്നെ അറിഞ്ഞില്ല.
പ്രാചീന ഋഷി മുനിമാരും പറഞ്ഞിരുന്നു, നമ്മൾ രചയിതാവിനെയും രചനയെയും അറിയുന്നില്ല. രചയിതാവ് പരിധിയില്ലാത്ത ബാബയാണ്. ആ ഒന്ന് രചനയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. ആദി എന്ന് ആരംഭത്തിലുള്ളതിനെയും മധ്യം എന്ന് ഇടയിലുള്ളതിനെയും പറയുന്നു. ആദിയാണ് സത്യയുഗം, അതിനെ പകൽ എന്ന് പറയുന്നു. പിന്നെ മധ്യം മുതൽ അന്തിമം വരെ രാത്രിയാണ്. പകലാണ് സത്യയുഗവും ത്രേതായും. സ്വർഗമാണ് വണ്ടർ ഓഫ് ദ വേൾഡ്. ഭാരതമാണ് സ്വർഗമായിരുന്നത്. അതിൽ ലക്ഷ്മി നാരായണ രാജ്യം ഭരിച്ചിരുന്നു. ഇത് ഭാരതവാസികൾ അറിയുന്നില്ല. ബാബ ഇപ്പോൾ സ്വർഗം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. നാം ഫസ്റ്റ് ക്ലാസ് ആത്മാവാണ്. ഈ സമയം മനുഷ്യരെല്ലാം ദേഹാഭിമാനികളാണ്. ബാബ ആത്മാഭിമാനിയാക്കുന്നു. ആത്മാവ് എന്തു വസ്തുവാണ്? ഇതും ബാബ പറഞ്ഞു തരുന്നു. മനുഷ്യർ ഒന്നും അറിയുന്നില്ല. ഭൃഗുടിയുടെ മധ്യത്ത് അത്ഭുത നക്ഷത്രം തിളങ്ങുന്നുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതെന്താണ്? എങ്ങനെയാണ് അതിൽ പാർട്ട് അടങ്ങിയിരിക്കുന്നത്? അവയൊന്നും തന്നെ അറിയുന്നില്ല. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ ഭാരതവാസികൾക്ക് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കണം. ഭാരതമാണ് ഉയർന്ന ഖണ്ഡം. ഏതെല്ലാം മനുഷ്യരുണ്ടോ അവരുടെ തീർത്ഥസ്ഥാനമാണ് ഇത്. സർവരുടെയും സദ്ഗതി ചെയ്യുന്ന ബാബ ഇവിടെയാണ് വരുന്നത്. രാവണ രാജ്യത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് ഗൈഡായി കൂടെ കൊണ്ടുപോകുന്നു. മനുഷ്യരാകട്ടെ വെറുതെ പറയുന്നു, അർത്ഥം ഒന്നും തന്നെ അറിയുന്നില്ല. ഭാരതത്തിൽ ആദ്യം ദേവീ ദേവന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് തന്നെ പിന്നെ പുനർജന്മം എടുക്കേണ്ടി വരുന്നു. ഭാരതവാസികൾ തന്നെയാണ് ദേവത. പിന്നെ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ആകുന്നു. പുനർജന്മം എടുക്കുന്നുവല്ലോ. ഈ നോളജ് പൂർണ്ണ രീതിയിൽ മനസ്സിലാക്കുവാൻ 7 ദിവസം എടുക്കുന്നു. പതീത ബുദ്ധിയെ പാവനമാക്കണം. ഈ ലക്ഷ്മി നാരായണൻ പാവന ലോകത്തിൽ രാജ്യം ഭരിച്ചിരുന്നുവല്ലോ. അവരുടെ തന്നെ രാജ്യമായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു രാജ്യമായിരുന്നു. ഭാരതം എത്ര സോൾവൻ്റ് ആയിരുന്നു. വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ പൂജാരിയായി. പിന്നെ ഭക്തി മാർഗത്തിൽ ഈ ക്ഷേത്രങ്ങളും മറ്റും ഉണ്ടാക്കി. സോമനാഥന്റെ ക്ഷേത്രമുണ്ടായിരുന്നല്ലോ. ഒരു ക്ഷേത്രമല്ല ഉണ്ടായിരിക്കുക. ഇവിടെയും ശിവന്റെ ക്ഷേത്രത്തിൽ ഇത്രയും വജ്ര വൈഡൂര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഹമ്മദ് ഗസ്നി ഒട്ടകത്തിന്റെ മേൽ നിറച്ചു കൊണ്ടുപോയി. ഇത്രയും സമ്പത്തുണ്ടായിരുന്നു. അതായത് ഒരു ഒട്ടകമെന്നല്ല, ലക്ഷക്കണക്കിന് ഒട്ടകത്തെ കൊണ്ടുവന്നാൽ പോലും നിറയ്ക്കുവാൻ സാധിക്കുമായിരുന്നില്ല. സത്യയുഗത്തിൽ സ്വർണത്തിന്റെ വജ്ര വൈഡൂര്യങ്ങളുടെ അനേകം കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് ഗസ്നി ആകട്ടെ ഇപ്പോഴാണ് വന്നത്. ദ്വാപരയിലും എത്ര കൊട്ടാരങ്ങളും മറ്റും ഉണ്ടായിരിക്കുന്നു. അവ പിന്നെ എർത്ത് ക്വേക്കിൽ ഉള്ളിലേക്ക് പോകുന്നു. രാവണന്റെ സ്വർണത്തിന്റെ ലങ്കയൊന്നും ഉണ്ടായിരിക്കുന്നില്ല. രാവണ രാജ്യത്തിൽ ഭാരതത്തിന് ഈ അവസ്ഥ ഉണ്ടാകുന്നു. 100% ഇർറിലീജിയസ്, അൺറൈറ്റസ്, ഇൻസോൾവെന്റ്, പതീതം, വിഷ്യസ്. അതായത് 100% അധർമ്മം നിറഞ്ഞതും ഭ്രഷ്ടാചാരവും നിർധനവും പതീതവും വികാരിയുമായ ലോകം. പുതിയ ലോകത്തെ പറയുന്നത് വൈസ്ലെസ്, അതായത് നിർവികാരി എന്ന്. ഭാരതം ശിവാലയമായിരുന്നു. അതിനെ വണ്ടർ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നു. വളരെ കുറച്ച് മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ചിന്തിക്കേണ്ടതാണല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഈ സമയം ബാബ നിങ്ങളെ പുരുഷോത്തമരും പവിഴ ബുദ്ധിയും ആക്കിക്കൊണ്ടിരിക്കുന്നു. ബാബ മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിനുള്ള സുമതം നിങ്ങൾക്ക് നൽകുന്നു. ബാബയുടെ മതത്തെക്കുറിച്ച് ഇങ്ങനെ മഹിമ ചെയ്യപ്പെടുന്നു, നിന്റെ ഗതിയും മതവും വേറിട്ടതാണ് എന്ന്. ഇതിൻ്റെയും അർത്ഥം ആരും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഞാൻ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ മതം നൽകുന്നു. അതിലൂടെ നിങ്ങൾ ദേവതയായി മാറുന്നു.
ഇപ്പോൾ കലിയുഗം പൂർത്തിയാകുന്നു. പഴയ ലോകത്തിന്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. മനുഷ്യർ തീർത്തും ഘോര അന്ധകാരത്തിൽ കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നു. കാരണം ഇങ്ങനെ പറയുന്നു, ശാസ്ത്രങ്ങളിൽ എഴുതിയിട്ടുണ്ട്, കലിയുഗം ഇപ്പോഴും ശിശുവാണ്, 40,000 വർഷം ഇനിയുമുണ്ട് എന്ന് പറയുന്നു. 84 ലക്ഷം ജീവജന്തുക്കൾ എന്ന് മനസ്സിലാക്കിയത് കാരണം കൽപ്പത്തിന്റെ ആയുസ്സും നീണ്ടതാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ 5000 വർഷമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ 84 ജന്മങ്ങൾ എടുക്കുന്നു, അല്ലാതെ 84 ലക്ഷമല്ല. പരിധിയില്ലാത്ത ബാബയാണെങ്കിൽ ഈ എല്ലാ ശാസ്ത്രങ്ങളും മറ്റും അറിയുന്നു. അതിനാലാണ് പറയുന്നത്, ഇവയെല്ലാം ഭക്തിമാർഗത്തിൻ്റെതാണ്, അത് അരക്കൽപ്പം തുടരുന്നു. ഇതിലൂടെ ആർക്കും എന്നെ ലഭിക്കുന്നില്ല. ഇതും ചിന്തിക്കേണ്ട കാര്യമാണ്. അഥവാ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷം നൽകിയാൽ പിന്നെ സംഖ്യ വളരെയധികം ഉണ്ടാകേണ്ടതാണ്. ക്രിസ്ത്യൻസിന്റെ സംഖ്യ 2000 വർഷത്തിൽ ഇത്രയുമായി എന്നിരിക്കെ ഭാരതത്തിന്റെ യഥാർത്ഥ ധർമ്മം ദേവി ദേവതാ ധർമ്മമാണ്. അതാണ് തുടർന്നു വരേണ്ടത്. പക്ഷേ ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തെ മറന്നത് കാരണം നമ്മുടേത് ഹിന്ദു ധർമ്മം എന്ന് പറയുന്നു. ഹിന്ദു ധർമ്മം എന്നൊന്നില്ല. ഭാരതം എത്ര ഉയർന്നതായിരുന്നു. ആദി സനാതന ദേവി ദേവതാ ധർമ്മം ഉണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുപുരിയായിരുന്നു. ഇപ്പോൾ രാവണപുരിയാണ്. അതേ ദേവി ദേവന്മാർ 84 ജന്മത്തിന് ശേഷം എന്തായി മാറിയിരിക്കുന്നു? ദേവതമാരെ വൈസ്ലെസ്, അതായത് നിർവികാരിയായി മനസ്സിലാക്കി, സ്വയം വിഷ്യസ്, അതായത് വികാരിയായി മനസ്സിലാക്കി അവരെ പൂജിക്കുന്നു. സത്യയുഗത്തിൽ ഭാരതം വൈസ്ലെസ് ആയിരുന്നു, പുതിയ ലോകമായിരുന്നു. അതിനെ നവഭാരതം എന്ന് പറയുന്നു. ഇത് പഴയ ഭാരതമാണ്. പുതിയ ഭാരതം എന്തായിരുന്നു? പഴയ ഭാരതം എന്താണ്? പുതിയ ലോകത്തിൽ ഭാരതം പുതിയതായിരുന്നു. ഇപ്പോൾ പഴയ ലോകത്തിൽ ഭാരതവും പഴയതാണ്. എന്ത് ഗതിയായിരിക്കുന്നു? ഭാരതമാണ് സ്വർഗമായിരുന്നത്, ഇപ്പോൾ നരകമാണ്. ഭാരതം മോസ്റ്റ് സോൾവെന്റ് ആയിരുന്നു. ഭാരതം തന്നെ മോസ്റ്റ് ഇൻസോൾവെന്റ് ആണ്. എല്ലാവരിൽ നിന്നും ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നു. പ്രജകളിൽ നിന്ന് പോലും ഭിക്ഷ യാചിക്കുന്നു. ഇതാകട്ടെ വിവേകത്തിന്റെ കാര്യമാണല്ലോ. ഇന്നത്തെ ദേഹാഭിമാനികളായ മനുഷ്യർക്ക് അല്പം ധനം ലഭിച്ചാൽ നമ്മൾ സ്വർഗത്തിലിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. സുഖധാമത്തെ, അതായത് സ്വർഗത്തെ തീർത്തും അറിയുന്നില്ല. കാരണം കല്ലുബുദ്ധിയാണ്. ഇപ്പോൾ അവരെ പവിഴ ബുദ്ധി ആക്കുന്നതിനു വേണ്ടി 7 ദിവസത്തെ ഭട്ടിയിലിരുത്തു. കാരണം പതീതമാണല്ലോ. പതീതരെ ഇവിടെ ഇരുത്തുവാൻ സാധിക്കില്ല. ഇവിടെ പാവനമായവർക്ക് തന്നെ ഇരിക്കുവാൻ സാധിക്കുന്നു. പതീതരെ അലൗ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇരിക്കുന്നു. അറിയുന്നുണ്ട്, ബാബ നമ്മെ ഇങ്ങനെയുള്ള പുരുഷോത്തമനാക്കി മാറ്റുന്നു. ഇത് സത്യമായ സത്യനാരായണന്റെ കഥയാണ്. സത്യമായ ബാബ നിങ്ങളെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനുള്ള രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനം ഒരു ബാബയുടെ അടുക്കൽ മാത്രമാണുള്ളത്. ആ ഒന്നിനെ ജ്ഞാനത്തിന്റെ സാഗരം എന്ന് പറയുന്നു. ശാന്തിയുടെ സാഗരം, പവിത്രതയുടെ സാഗരം. ഇത് ആ ഒന്നിന്റെ തന്നെ മഹിമയാണ്. മറ്റാരുടെയും മഹിമയാവുക സാധ്യമല്ല. ദേവതമാരുടെ മഹിമ വ്യത്യസ്തമാണ്. പരംപിത പരമാത്മാ ശിവന്റെ മഹിമ വേറെയാണ്. ആ ഒന്ന് അച്ഛനാണ്. ശ്രീകൃഷ്ണൻ ദേവതയാണ്. സൂര്യവംശി, സോ ചന്ദ്രവംശി, സോ വൈശ്യവംശി. മനുഷ്യർ ഹംസോ എന്നതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. ഹം ആത്മാ സോ പരമാത്മാ, അതായത് ഞാൻ ആത്മാവ് തന്നെ പരമാത്മാവ് എന്ന് പറയുന്നു. എത്ര തെറ്റാണിത്! ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഭാരതത്തിൻ്റെ കയറുന്ന കലയും ഇറങ്ങുന്ന കലയും എങ്ങനെ ഉണ്ടാകുന്നു. ഇതാണ് ജ്ഞാനം. അതെല്ലാം ഭക്തിയാണ്. സത്യയുഗത്തിൽ സർവരും പാവനമായിരുന്നു. രാജാറാണിയുടെ രാജ്യം നടന്നിരുന്നു. അവിടെ മന്ത്രിയും ഉണ്ടായിരിക്കുന്നില്ല. കാരണം
രാജാവും റാണിയും സ്വയം തന്നെ അധികാരിയാണ്. ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തിരിക്കുന്നു. അവരിൽ ബുദ്ധിയുണ്ട്. ലക്ഷ്മി നാരായണന് ആരുടെയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ മന്ത്രിമാർ ഉണ്ടായിരിക്കുന്നില്ല. ഭാരതം പോലെ പവിത്രമായ ദേശം ഉണ്ടായിരുന്നില്ല. മഹാൻ പവിത്ര ദേശമായിരുന്നു. പേര് തന്നെ സ്വർഗം എന്നായിരുന്നു. ഇപ്പോൾ നരകമാണ്. നരകത്തിൽ നിന്നും വീണ്ടും സ്വർഗമാക്കുന്നത് ബാബ തന്നെയാണ്. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു ബാബയുടെ സുമത് അനുസരിച്ച് നടന്ന് മനുഷ്യനിൽ നിന്നും ദേവതയാകണം. ഈ സുന്ദരമായ സംഗമയുഗത്തിൽ സ്വയം തന്നെ പുരുഷോത്തമനും പവിഴ ബുദ്ധിയുമാക്കി മാറ്റണം. 7 ദിവസത്തെ ഭട്ടിയിലിരുന്ന് പതീത ബുദ്ധിയെ പാവന ബുദ്ധിയാക്കണം. സത്യമായ ബാബയിൽ നിന്നും സത്യനാരായണന്റെ സത്യകഥ കേട്ട് നരനിൽ നിന്നും നാരായണനാകണം. വരദാനം: ഓരോ ഖജനാവിനെയും ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് കാര്യത്തിൽ വിനിയോഗിക്കുന്ന ഓണസ്റ്റ് അഥവാ സത്യസന്ധനായി ഭവിക്കട്ടെ. ആരാണോ ബാബയുടെ പ്രാപ്തമായ ഖജനാവുകളെ ബാബയുടെ ഡയറക്ഷൻ കൂടാതെ ഒരു കാര്യത്തിലും വിനിയോഗിക്കാത്തത്, അവരെയാണ് ഓണസ്റ്റ്, അതായത് സത്യസന്ധൻ എന്ന് പറയുന്നത്. അഥവാ സമയം, വാക്ക്, കർമ്മം, ശ്വാസവും സങ്കല്പവും പരമത്തിലോ സംഘദോഷത്തിലോ വ്യർത്ഥത്തിൻ്റെ ഭാഗത്ത് പാഴാക്കുന്നുവെങ്കിൽ, സ്വചിന്തനത്തിന് പകരം പരചിന്തനം നടത്തുന്നുവെങ്കിൽ, സ്വമാനത്തിന് പകരം ഏതെങ്കിലും പ്രകാരത്തിലുള്ള അഭിമാനത്തിൽ വരുന്നുവെങ്കിൽ, ശ്രീമത്തിന് പകരം മന്മത്തിൻ്റെ ആധാരത്തിൽ നടക്കുന്നുവെങ്കിൽ ഓണസ്റ്റ് എന്ന് പറയില്ല. ഈ എല്ലാ ഖജനാവുകളും വിശ്വമംഗളത്തിനു വേണ്ടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ വിനിയോഗിക്കണം. ഇത് തന്നെയാണ് ഓണസ്റ്റ് ആവുക എന്നത്. സ്ലോഗൻ: ഓപ്പോസിഷൻ മായയോട് ചെയ്യണം, ദൈവിക പരിവാരത്തോടല്ല. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. എല്ലാ ആത്മാക്കളും ഒരേ പരിധിയില്ലാത്ത പരിവാരമാണ്. തൻ്റെ പരിവാരത്തിലെ ഒരു ആത്മാവ് പോലും വരദാനത്തിൽ നിന്നും വഞ്ചിതമായി അവശേഷിക്കരുത്. ഇങ്ങനെയുള്ള ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ശ്രേഷ്ഠ സങ്കല്പം ഹൃദയത്തിൽ സദാ ഉണ്ടായിരിക്കട്ടെ. തൻ്റെ പ്രവൃത്തികളിൽ മാത്രം ബിസിയായിരിക്കരുത്. പരിധിയില്ലാത്ത സ്റ്റേജിൽ സ്ഥിതി ചെയ്ത് പരിധിയില്ലാത്ത ആത്മാക്കളുടെ സേവനത്തിൻ്റെ ശ്രേഷ്ഠ സങ്കല്പം നടത്തൂ. ഇതുതന്നെയാണ് സഫലതയുടെ സഹജ ഉപാധി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സാഗരനായ ബാബ 5000 വർഷത്തിൻ്റെ ഡ്രാമയുടെ വിസ്താരത്തെ സാരരൂപത്തിൽ നൽകി എന്നെ സ്വദർശന ചക്രധാരിയാക്കി. ഈ സർവശ്രേഷ്ഠ സ്വമാനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യും. മുഴുവൻ ചക്രത്തിലെ വിഭിന്ന പാർട്ടുകളുടെ അറിവ് ബാബ നൽകിയത് ഞാൻ ദിവ്യബുദ്ധിയിലൂടെ ദർശിക്കുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. സൃഷ്ടിയുടെ ആദിയിലെ സ്വർണിമ ദൃശ്യങ്ങൾ, ആ സമയം, ആ രാജ്യം, എൻ്റെ ദേവസ്വരൂപം, സർവസമ്പന്ന ജീവിതം ഞാൻ കാണും. ആ ദേവസ്വരൂപ സ്ഥിതിയിൽ ഞാൻ
സ്ഥിതി ചെയ്യുന്നു. പിന്നെ പകുതി കൽപ്പം എൻ്റെ പൂജനീയ ദേവസ്വരൂപത്തിൻ്റെ സ്മൃതിയിൽ, അതിൻ്റെ സ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. സൃഷ്ടിയുടെ അന്തിമ കാലമായ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ എന്നെ പ്രഭു പരിവാരത്തിലേതാക്കി എന്നെ മാസ്റ്റർ നോളജ്ഫുള്ളാക്കി സ്വരാജ്യത്തിൻ്റെ തിലകമണിയിച്ചു. വിശ്വമംഗളത്തിൻ്റെ കിരീടധാരിയാക്കി. യോഗി ഭവ പവിത്ര ഭവ എന്ന പ്രഭു വരദാനത്തിലൂടെ എന്നെ സർവ ഈശ്വരീയ പ്രാപ്തികൾക്കും യോഗ്യമാക്കി. എൻ്റെ സങ്കല്പത്തിലും ദൃഷ്ടിയിലും വാക്കിലും ദിവ്യത ധാരണ ചെയ്ത് എനിക്ക് വർത്തമാന ബ്രാഹ്മണ ജീവിതത്തിൽ നിന്നും എൻ്റെ സമ്പൂർണ്ണ സ്ഥിതിയായ ഫരിഷ്ത അവസ്ഥയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. എൻ്റെ സമ്പൂർണ്ണ പരിസ്ഥാസ്ഥിതി പ്രാപ്തമാക്കിയ ശേഷം എൻ്റെ നിജധാമമായ നിരാകാരി ലോകത്തിൽ നിരാകാര അവസ്ഥയിൽ ഈ കൽപ്പാന്ത്യത്തിൽ എനിക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. കാലത്തിൻ്റെ ഗതി അനുസരിച്ച് വീണ്ടും സ്വർണിമ ലോകത്തിൻ്റെ പുനഃസൃഷ്ടി ഉണ്ടാകുന്ന ദിവ്യവേളയിൽ ദേവതാ സ്വരൂപത്തിൽ ഞാൻ വീണ്ടും ഈ സൃഷ്ടിയിലേക്ക് ദേവശരീരത്തിൽ അവതരിക്കുന്നു. ഈ സ്വദർശനത്തിൻ്റെ അനുഭവം എന്നെ അനേകം പരിധിയുള്ള ചക്രത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്നു. എന്നെ വിഘ്നമുക്തമാക്കുന്നു. ആത്മോന്നതിക്ക് ഹിതകരമല്ലാത്ത സംസ്കാരങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നു. ഞാൻ പ്രസന്ന ചിത്തവും സർവപ്രാപ്തികളുടെയും അധികാരിയുമായി മാറുന്നു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ എൻ്റെ അലൗകിക പിതാവിൻ്റെയും പാരലൗകിക പിതാവിൻ്റെയും ശ്രേഷ്ഠ പാലന എന്നെ എൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. प्रभु की प्राप्ति का मूल मंत्र है संपूर्ण समर्पण। है आत्मा चल प्रभु को सौंप दे।